KMIC, 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 KMIC News, 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 നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News, KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം പ്രേക്ഷകർക്കും ഇന്റർനെറ്റ് റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. ആഷിഖ് റസൂൽ ശൈഖുന കുണ്ടൂർ ഉസ്താദ് 7ാമത് ഉറൂസ് മുബാറക്കിന് കുണ്ടൂർ ഗൗസിയ നഗരിയിൽ തുടക്കമായി. ഉറൂസ് മുബാറക്കിന് കൊടി ഉയർത്തിയത് താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ളാൾ. കാരന്തൂർ മർക്കസ് സമ്മേളനത്തിൽ മുസ്ലിം ലീഗ് നേതാക്കൾ പങ്കെടുത്തതിനെതിരെ വീണ്ടും ചേളാരി സമസ്ത. സ്ത്രീകൾക്കെതിരായ അതിക്രമം നിയമം ഭേദഗതി ചെയ്യണം SYS സംസ്ഥാന സെക്രട്ടേറിയറ്റ്. ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബിനും കേരള കോൺഗ്രസ് ജേക്കബ് ചെയർമാൻ ജോണി നെല്ലൂരിനുമെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവ്. സിവിൽ സപ്ലൈസ് വകുപ്പിൽ മൊത്തവ്യാപാര ഡിപ്പോ അനുവദിച്ചുവെന്നും സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്ന് പണം പിരിച്ചുവെന്ന ആരോപണത്തെ തുടർന്നാണ് വിജിലൻസ് അന്വേഷണ ഉത്തരവ്. മലപ്പുറം മദ്യദുരന്തത്തിൽ എക്സൈസ് ഉദ്യോഗസ്ഥരുടെ വീഴ്ച ആവർത്തിച്ചുറപ്പിച്ച് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട്. മൊബൈൽ റേഡിയേഷൻ ഗുരുതരമായ ആരോഗ്യ പ്രശ്നമുണ്ടാക്കുമെന്ന് പഠന റിപ്പോർട്ട്. വാർത്തകൾ വിശദമായി. ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബിനും കേരള കോൺഗ്രസ് ജേക്കബ് ചെയർമാൻ ജോണി നെല്ലൂരിനുമെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവ്. സിവിൽ സപ്ലൈസ് വകുപ്പിൽ മൊത്തവ്യാപാര ഡിപ്ലോ അനുവദിച്ചുവെന്നും സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്ന് പണം പിരിച്ചുവെന്നുമാണ് ആരോപണം. തിരുവനന്തപുരം വിജിലൻസിനാണ് അന്വേഷണ ചുമതല. കോട്ടയം ജില്ലയിലെ മണർക്കാട് ചട്ടം ലംഘിച്ച് റേഷൻ മൊത്തവ്യാപാര ഡിപ്പോ അനുവദിച്ചു. പിറവം ഉപതിരഞ്ഞെടുപ്പിൽ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് പണം പിരിച്ചു. 600 മൊത്തവ്യാപാര ഡിപ്പോകളിൽ നിന്നായി 10,000 രൂപ വെച്ച് 60 ലക്ഷം രൂപ പിരിച്ചു. കോട്ടയം ജില്ലാ സപ്ലൈ ഓഫീസറായിരുന്ന ശ്രീലതയിൽ നിന്നും സ്ഥലം മാറ്റത്തിനായി 3 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങി. എന്നിവയാണ് അനൂപ് ജേക്കബിനും ജോണി നെല്ലൂരിനുമെതിരായ പരാതി. തെളിവായി റേഷൻ ഡിപ്പോ ഭാരവാഹികൾ പണം കൊടുത്തുവെന്ന് വെളിപ്പെടുത്തുന്ന ഒളിക്യാമറ ദൃശ്യങ്ങളും മാധ്യമങ്ങളിൽ വന്ന വാർത്തകളും പരാതിക്കാരനായ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ദേശീയ ജനറൽ സെക്രട്ടറി ബേബി ചെൻമുക്കാടൻ കോടതിയിൽ സമർപ്പിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തൃശൂർ വിജിലൻസ് കോടതി ജഡ്ജി വി ഭാസ്കരൻ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. അനൂപ് ജേക്കബിനും ജോണി നെല്ലൂരിനും പുറമെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിജു മുറ്റപ്പള്ളി, ജനറൽ സെക്രട്ടറി പി മോഹനൻപിള്ള, അനൂപ് ജേക്കബിന്റെ പ്രൈവറ്റ് സെക്രട്ടറി രാധാകൃഷ്ണൻ, തിരുവനന്തപുരം സിവിൽ സപ്ലൈസ് DSO ശ്രീലത എന്നിവരും അന്വേഷണ പരിധിയിലുണ്ട്. ഏപ്രിൽ 17 മുമ്പ് റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതി നിർദ്ദേശിച്ചു. മലപ്പുറം മദ്യദുരന്തത്തിൽ എക്സൈസ് ഉദ്യോഗസ്ഥരുടെ വീഴ്ച ആവർത്തിച്ചുറപ്പിച്ച് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട്. സ്പിരിറ്റ് ചേർത്ത കള്ള് വിൽക്കുന്നുവെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് അവഗണിച്ചത് പ്രധാന കാരണമായി. പെയിന്റ് കമ്പനിക്കായി എത്തിച്ച് കേടായ സ്പിരിറ്റ് ദ്രവ്യനും സംഘവും എടുത്ത് കള്ളിൽ കലക്കിയെന്നും കമ്മീഷൻ കണ്ടെത്തി. രാഷ്ട്രീയ അട്ടിമറി ഇല്ലെന്നും ഉറപ്പിച്ചു. ദുരന്തത്തിന് പിന്നിൽ രാഷ്ട്രീയ അട്ടിമറി ഇല്ലെന്ന് അടിവരയിട്ട് പറയുന്ന കമ്മീഷൻ ദുരന്തമുണ്ടാക്കിയ സ്പിരിറ്റ് വന്ന വഴി കൃത്യമായി കണ്ടെത്തി. എംടെക് എന്നൊരു കമ്പനിയുണ്ട്, പെയിന്റ് കമ്പനി. അവിടേക്ക് 20 ബാരൽ സ്പിരിറ്റ് പെയിന്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി അവർ ഓർഡർ ചെയ്തിരുന്നു. കണ്ടാമിനേറ്റഡ് ആയതുകൊണ്ട് ഡെലിവറി എടുത്തില്ല. ആ സ്പിരിറ്റ് കള്ളിൽ ചേർത്ത് വിറ്റതിന്റെ ഫലമായിട്ടാണ് 4 കള്ളുഷാപ്പുകളിൽ മദ്യദുരന്തം ഉണ്ടായത്. ഇതുകൂടാതെ തന്നെ പാലക്കാട്, മലപ്പുറം തുടങ്ങിയ ജില്ലകളിൽ കള്ളിൽ സ്പിരിറ്റ് കലക്കുന്നുവെന്ന് വിവരമുണ്ടായിരുന്നു. എന്നാൽ തടയാൻ ഉദ്യോഗസ്ഥർ നടപടിയെടുക്കാത്തത് ഗുരുതര വീഴ്ചയായി. ആ റിപ്പോർട്ടിൽ ഈ സ്പിരിറ്റ് കലർത്തിയ കള്ള് വിവിധ പേരുകളിൽ ഗുണ്ട, സുനാമി, 8 വീരൻ എന്നിങ്ങനെ പല പേരുകളിൽ വിതരണം ചെയ്തിരുന്നു എന്ന് എല്ലാവർക്കും അറിയാവുന്ന. ഇല്ലെന്ന് എക്സൈസ് ഉന്നതരും വകുപ്പ് മന്ത്രിയും ആവർത്തിച്ച് പറഞ്ഞ ഇന്റലിജൻസ് റിപ്പോർട്ട് ദുരന്തത്തിന് തൊട്ടു പിന്നാലെ ചാനലുകൾ വാർത്ത പുറത്തുവിട്ടിരുന്നു. തുടർന്നാണ് ഇന്റലിജൻസ് ജോയിന്റ് കമ്മീഷണർ ഇ ശിഹാബുദ്ദീൻ നൽകിയ റിപ്പോർട്ടിനെക്കുറിച്ച് കമ്മീഷൻ തെളിവെടുപ്പ് നടത്തിയത്. ഷാപ്പുകൾ നടത്തുന്നത് ബിനാമികളാണെന്ന് ഉദ്യോഗസ്ഥർക്ക് വിവരമുണ്ടായിരുന്നു. ഉദ്യോഗസ്ഥർക്ക് ഇവരുമായെല്ലാം അവിഹിത ബന്ധമുണ്ടെന്ന് വ്യക്തമാക്കുന്ന മൊഴികളും കമ്മീഷന് കിട്ടിയിട്ടുണ്ട്.
പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്കെതിരെ ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരും അധ്യാപകരും നടത്തുന്ന സമരം 3-ാം ദിവസത്തിലേക്ക്. ഇന്നും പ്രതിഷേധ ജാഥകളും ധർണകളും തുടരുകയാണ്. സമരം 2ാം ദിനത്തിൽ തെരുവ് സംഘർഷത്തിലേക്ക് നീങ്ങിയിരുന്നു. സമരത്തിനെതിരെ രംഗത്തുവന്ന KSU പ്രവർത്തകരും സമരക്കാരും ഇന്നലെ തിരുവനന്തപുരം, തൃശൂരും ഏറ്റുമുട്ടിയിരുന്നു. പാലക്കാട്, എറണാകുളം ജില്ലയിലും സമരം അക്രമാസക്തമായി. രമേശ് ചെന്നിത്തലയെ ഉപമുഖ്യമന്ത്രിയാക്കാൻ ആലോചിച്ചിരുന്നുവെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ നടത്തിയ വെളിപ്പെടുത്തലിനോട് പ്രതികരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വെളിപ്പെടുത്തിയത്. രമേശ് ചെന്നിത്തലയെ ഉപമുഖ്യമന്ത്രിയാക്കണമെന്ന ചർച്ച നടന്നിരുന്നു. എന്നാൽ രമേശ് തന്നെയാണ് മന്ത്രിസഭയിലേക്കില്ലെന്ന് തീരുമാനിച്ചത്. മന്ത്രിസഭാ പുനഃസംഘടനയുടെ സമയത്തും രമേശ് ആദ്യ നിലപാടിൽ ഉറച്ചുനിന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കാരന്തൂർ മർക്കസ് സമ്മേളനത്തിൽ മുസ്ലിം ലീഗ് നേതാക്കൾ പങ്കെടുത്തതിനെതിരെ ചേളാരി സമസ്ത വീണ്ടും രംഗത്ത്. പട്ടിക്കാട് ജാമിയ നൂരിയ സുവർണ ജൂബിലി സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ, സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്നിവർ വേദിയിലിരിക്കവെ സ്വാഗത പ്രസംഗകൻ K. മുഹമ്മദ് ഫൈസിയാണ് ലീഗിനെ പേരെടുത്തു പറയാതെ സമസ്തയുടെ അതൃപ്തി അറിയിച്ചത്. ഇവിടെ വരുമ്പോൾ ഇവിടത്തേതിന് അനുസരിച്ചും അവിടെ പോകുമ്പോൾ അവർക്ക് അനുസരിച്ചും പറയുന്നത് ശരിയല്ലെന്ന് മുഹമ്മദ് ഫൈസി പറഞ്ഞു. ഇത്തരം ശൈലി ഉന്നത നേതാക്കൾക്ക് ചേർന്നതല്ല. മഹാന്മാരായ പണ്ഡിതർ ജീവിച്ചു മരിച്ച നൂറ്റാണ്ടാണിത്. അവരെയെല്ലാം കവച്ചുവെക്കുന്ന തരത്തിൽ ചിലരെ നവോത്ഥാന നായകൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് അതിരുകടന്ന നടപടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. പണ്ഡിതരെ വേദനിപ്പിക്കരുതെന്നാണ് ഇവരോട് പറയാനുള്ളതെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. എല്ലാ വിവരങ്ങളും അപ്പപ്പോൾ ലോകത്തിന്റെ മുക്കുമൂലകളിലെത്തുന്ന ഈ കാലത്ത് ഉത്ബുദ്ധരായ ജനത്തിനു മുമ്പിൽ ഒന്നും ഒളിച്ചുവെക്കാനാവില്ലെന്നും മുഹമ്മദ് ഫൈസി വ്യക്തമാക്കി. ചടങ്ങിൽ TA അഹമ്മദ് കബീർ MLA, മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി P. അബ്ദുൽ ഹമീദ് എന്നിവരുമുണ്ടായിരുന്നു. ഇക്കഴിഞ്ഞ മർക്കസ് സമ്മേളനത്തിൽ ലീഗ് നേതാക്കളായ ET മുഹമ്മദ് ബഷീർ MP, മന്ത്രിമാരായ VK ഇബ്രാഹിം കുഞ്ഞ്, മഞ്ഞളാംകുഴി അലി തുടങ്ങിയവർ പങ്കെടുത്തതും ETയുടെ പ്രസംഗത്തിലെ ചില പരാമർശവുമാണ് ചേളാരി വിഭാഗത്തെ പ്രകോപിപ്പിച്ചതെന്നാണ് സൂചന. മർക്കസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ET മുഹമ്മദ് ബഷീർ MPയുടെ വാക്കുകൾ ഇങ്ങനെ: നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഈ സ്ഥാപനം അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് വളരെ വലിയ ഒരു സ്ഥിതിയിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ നോളജ് സിറ്റി പോലുള്ള സംഗതികൾ വരികയാണ്. ഞാൻ ആലോചിക്കുകയാണ്, ലോകത്തിൽ തന്നെ സൗദി അറേബ്യ, ഖത്തർ, ദുബായ് തുടങ്ങിയ രാജ്യങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ നോളജ് സിറ്റി. ഇതിനേക്കാൾ ഇപ്പോൾ നമ്മൾ ഇതിന്റെ രംഗത്തേക്ക് വരികയാണ്. പഴയ പല സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമായൊരു ഭാവം സൗദി അറേബ്യയിലാണ്. അവസാനമായും നോളജ് സിറ്റി എന്ന ആശയം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ യൂണിവേഴ്സിറ്റികളെ അവിടെ കൊണ്ടുവരികയും ലോകത്തിന്റെ പല ഭാഗത്തുള്ള കുട്ടികളെ സ്പെഷ്യലായിട്ട് സ്കോളർഷിപ്പ് കൊടുത്തുകൊണ്ട് അവിടെ പഠിപ്പിക്കുകയും ചെയ്യുന്ന സ്ഥാപനം അവസാനമായി വന്നത്. അതിനുശേഷം ഇപ്പോൾ നമ്മളിവിടെ ആരംഭിക്കാൻ വേണ്ടി പോകുന്ന ആ സ്ഥാപനം ലോകത്തൊരു പുതിയ നാഴികക്കല്ലായി തീരുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം നമുക്കെല്ലാം അറിയാം, വിജ്ഞാനം ഒരു കാലത്ത് നമ്മുടെ കയ്യിലായിരുന്നു. കാലത്തിന്റെ കുത്തിയൊഴുക്കിൽ നമ്മുടെ ആ പ്രതാപം നഷ്ടപ്പെട്ടു പോയി. ആ നഷ്ടപ്പെട്ട പ്രതാപത്തെ തിരിച്ചു പിടിക്കുന്ന കാര്യത്തിൽ ഒരു നാഴികക്കല്ലായി മാറാൻ പോകുന്ന ആ സ്ഥാപനം കൂടി ആരംഭിക്കാൻ പോകുന്ന ചരിത്രത്തിലെ ഏറ്റവും പ്രധാനമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് മർക്കസ് സ്ഥാപനങ്ങൾ കടന്നു പോകുന്നത്. ഈ വഴിത്തിരിവിൽ ഈ സ്ഥാപനത്തിന്റെ പുരോഗതി കാണുവാനും സന്തോഷിക്കുവാനും അള്ളാഹു തആല അവസരമുണ്ടാക്കി തന്നു. ഞാൻ അള്ളാഹുവിന് ശുക്ർ ചെയ്യുകയാണ്. ഞാൻ എന്റെ വാക്കുകൾ നീട്ടിക്കൊണ്ടുപോകുന്നു. മുൻവർഷങ്ങളിൽ നടന്ന മർക്കസ് സമ്മേളനങ്ങളിൽ E. അഹമ്മദ് അടക്കം മുതിർന്ന ലീഗ് നേതാക്കൾ പങ്കെടുത്തതും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായുള്ള ഇവരുടെ അടുപ്പവും നേരത്തെ ലീഗും സമസ്തയും തമ്മിൽ അകൽച്ചയ്ക്ക് കാരണമായിരുന്നു. തുടർന്ന് സമസ്ത ലീഗ് പ്രശ്നത്തിൽ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ, K. ആലിക്കുട്ടി മുസ്ലിയാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ പാണക്കാട് ചർച്ച വരെ നടന്നു. ലീഗിന്റെ കാന്തപുരം ഉസ്താദുമായുള്ള അടുപ്പമാണ് ലീഗ് വിരുദ്ധനായ മന്ത്രി ആര്യാടൻ മുഹമ്മദിനെ ഇതാദ്യമായി ജാമിയ നൂരിയ സമ്മേളനത്തിന് ക്ഷണിക്കാൻ സമസ്തയെ പ്രേരിപ്പിച്ചതെന്നും പറയുന്നു. മൊബൈലുകളുടെ അധിക ഉപയോഗം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് ആഗോള പഠന റിപ്പോർട്ട്. ടവറുകളിൽ നിന്നും മൊബൈലുകളിൽ നിന്നുമുള്ള മൈക്രോവേവ് തരംഗങ്ങളായ റേഡിയോ ഫ്രീക്വൻസി ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻസറിന് കാരണമാകുമെന്ന് ലോകാരോഗ്യ സംഘടന മാസങ്ങൾക്ക് മുമ്പ് നൽകിയ റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പുതിയ പഠന റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുന്നത്. ഇത്തരം റേഡിയേഷനുകളുള്ള സാങ്കേതിക വസ്തുക്കളുടെ ഉപയോഗം തലച്ചോറിലെ മുഴ, പ്രത്യുൽപാദന ശേഷി നഷ്ടപ്പെടുത്തൽ തുടങ്ങിയ ഗുരുതരമായ രോഗങ്ങൾക്ക് കാരണമാകുമെന്നാണ് റിപ്പോർട്ടിലുള്ളത്. 10 രാജ്യങ്ങളിൽ നിന്നുള്ള 29 വിദഗ്ധരാണ് പഠന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത്. റഷ്യൻ നാഷണൽ കമ്മിറ്റിയുടെ അധ്യക്ഷൻ, യൂറോപ്യൻ പരിസ്ഥിതി വിഭാഗത്തിലെ ഉയർന്ന ഉപദേഷ്ടാവ്, ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ 2 പ്രൊഫസർമാർ തുടങ്ങിയവരും സംഘത്തിലുണ്ട്.
മൊബൈൽ, വയർലെസ് ഫോൺ തുടങ്ങിയവ ഉപയോഗിക്കുമ്പോൾ ആദ്യത്തെ കോൾ സ്വീകരിക്കുന്ന 1-2 മിനിറ്റുകളിലാണ് ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും വിധം റേഡിയേഷൻ തോത് കൂടുന്നത്. ഇതുപോലെ മൊബൈൽ ടവറുകളിൽ നിന്നുള്ള റേഡിയേഷനും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകുന്നതായും പഠനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ശിശുക്കൾ, കുട്ടികൾ, പ്രായമായവർ, ജനിതക രോഗമുള്ളവർ തുടങ്ങിയവരെ ഇത്തരം റേഡിയേഷനുകൾ മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വേഗത്തിൽ ബാധിക്കുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഇതുമൂലം ഉണ്ടാകാനിടയുണ്ട്. മൊബൈലുകളിൽ നിന്നുള്ള വളരെ ചെറിയ രൂപത്തിലുള്ള റേഡിയേഷനുകൾക്ക് പോലും മനുഷ്യ ശരീരത്തിലെ ബീജങ്ങളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന് പഠനസംഘത്തിലെ കോർഡിനേഷൻ എഡിറ്റർ വ്യക്തമാക്കി. അരയിലെ ബെൽറ്റുകളിലോ പാന്റിന്റെ പോക്കറ്റിലോ വെക്കുന്ന മൊബൈൽ ഫോണുകളിൽ നിന്നും മടിത്തട്ടിൽ വെച്ച് ഉപയോഗിക്കുന്ന ലാപ്ടോപ്പിൽ നിന്നും വരുന്ന റേഡിയേഷനുകളും ഇത്തരത്തിൽ പ്രത്യുൽപാദന ശേഷിയെ ബാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മാമലകൾ മിഴിയൂറും കൈരളി മാനസരാജ്യം, തേങ്ങലുകൾ ഉയരുന്നിടമുൾവിളി കേട്ടൊരു വ്യൂഹം. മാമലകൾ മിഴിയൂറും കൈരളി മാനസരാജ്യം, തേങ്ങലുകൾ ഉയരുന്നിടമുൾവിളി കേട്ടൊരു വ്യൂഹം. കമറുല്ലുലമ കാന്തപുരത്തിൻ സ്നേഹവിഹാസം. ഷെയ്ഖുന കുണ്ടൂർ ഉസ്താദ് 7ാമത് ഉറൂസ് മുബാറക് ഇന്നു മുതൽ തത്സമയം കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ. നിലക്കാത്ത പ്രവാഹവുമായി പതികാന്തപുരം വരവായി പദമീതിരി നാടവുമായി. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. 4 ദിവസം നീണ്ടു നിൽക്കുന്ന കുണ്ടൂർ ഉസ്താദ് ഉറൂസ് മുബാറക്കിന് ഇന്ന് വൈകുന്നേരം 4-ന് താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ളാട്ടങ്ങൾ കൊടി ഉയർത്തിയതോടെ തുടക്കമായി. മക്കാം സിയാറത്തിന് വൈലത്തൂർ സയ്യിദ് യൂസുഫുൽ ജിലാനി നേതൃത്വം നൽകി. സയ്യിദ് അലി ബാഫഖി തങ്ങളുടെ അധ്യക്ഷതയിൽ നടന്ന ഉദ്ഘാടന സമ്മേളനം സയ്യിദ് സബാഹുദ്ദീൻ അഹമ്മദ് റിഫായി ബഗ്ദാദ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടന്ന ബുഖാരി ദർസിന് ഇ സുലൈമാൻ മുസ്ലിയാർ നേതൃത്വം നൽകി. ഇന്ന് രാവിലെ 9:30 കരിങ്കപ്പാറ ഉസ്താദ്, ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ, OK ഉസ്താദ്, മമ്പുറം തങ്ങൾ എന്നീ മക്കാമുകളുടെ സിയാറത്തിന് സയ്യിദ് യൂസുഫുൽ ജിനാനി വൈലത്തൂർ നേതൃത്വം നൽകി. ഇന്ന് രാത്രി 8:30 നടക്കുന്ന ബുർദ മജ്ലിസിന് സയ്യിദ് സൈനുൽ ആബിദീൻ ബാഫഖി മലേഷ്യ പ്രാർത്ഥന നടത്തും. സയ്യിദ് VP തങ്ങൾ ആട്ടീരി മുഖ്യ പ്രഭാഷണം നടത്തും. സയ്യിദ് അൻവർ ശിഹാബ് തങ്ങൾ പാണക്കാട്, സയ്യിദ് PMS തങ്ങൾ തൃശൂർ, സയ്യിദ് ബാക്കിർ ശിഹാബ് തങ്ങൾ, സയ്യിദ് സുഹൈൽ അസഖാഫ് മടക്കര, സയ്യിദ് ഹസൻ കോയ ഹൈദുരുസി മമ്പുറം, സയ്യിദ് അബ്ദുൽ കരീം തങ്ങൾ തുടങ്ങി പ്രമുഖ സയ്യിദരും പണ്ഡിതരും പങ്കെടുക്കും. തുടർന്നുള്ള ദിവസങ്ങളിലായി മൗലിദ്, പഠന ക്ലാസ്, ആത്മീയ സമ്മേളനം, ഖത്മുൽ ഖുർആൻ, ആദർശ പഠനം, സെമിനാർ, ദഅവത്ത് സമ്മേളനം, സൗഹൃദ സമ്മേളനം, സമാപന സമ്മേളനം എന്നിവയിലായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, ഡോക്ടർ ഉമർ കാമിൽ മക്ക, MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ, സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി, കേന്ദ്രമന്ത്രി KC വേണുഗോപാൽ, ഡോക്ടർ KT ജലീൽ MLA, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, KP ഹംസ മുസ്ലിയാർ ജിത്താരി തുടങ്ങിയവർ സംബന്ധിക്കും. ഇന്നു മുതൽ 4 ദിവസങ്ങളിലായി കുണ്ടൂർ ഗൗസിയ നഗരിയിൽ നടക്കുന്ന മുഴുവൻ പരിപാടികളും KMIC ലൈവ് ടീം, കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം വഴിയും KMIC TV, ഇന്റർനെറ്റ്, റേഡിയോ വഴിയും തത്സമയം സംപ്രേഷണം ചെയ്യും. തളങ്കര മാലിക് ദിനാർ മഖാം ഉറൂസിനോടനുബന്ധിച്ച് നടക്കുന്ന മതപ്രഭാഷണ പരിപാടിയിൽ ഇന്ന് രാത്രി 9 മണിക്ക് നടക്കുന്ന കൂട്ടുപ്രാർത്ഥനയ്ക്ക് സമസ്ത പ്രസിഡന്റ് താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ളാൾ നേതൃത്വം നൽകും. ഖമറുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മുഖ്യാതിഥിയായിരിക്കും. KS ആറ്റക്കോയ തങ്ങൾ കുമ്പോൾ സംബന്ധിക്കും. ഷാഫി സഖാഫി മുണ്ടമ്പ്ര മുഖ്യ പ്രഭാഷണം നടത്തും. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള പീഡനങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഇവരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് ക്രിയാത്മക നടപടികൾ സ്വീകരിക്കണമെന്ന് SYS സംസ്ഥാന പ്രവർത്തക സമിതി യോഗം ആവശ്യപ്പെട്ടു. വ്യാപകമായി നടക്കുന്ന പീഡനങ്ങളുടെ യഥാർത്ഥ കാരണം കണ്ടെത്തി പരിഹാരം കാണുന്നതിനു പകരം കേവല വിലാപങ്ങളിലും താൽക്കാലിക ശിക്ഷാ നടപടികളിലും ഒതുക്കുന്നതാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാൻ ഇടവരുത്തുന്നതെന്ന് യോഗം. സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ സ്ത്രീകളെ ഉപഭോഗവസ്തുവാക്കുന്ന പ്രവണത കർശനമായി തടയണം. സ്ത്രീ പീഡന കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ ലഭിക്കത്തക്ക വിധം നിയമത്തിൽ ആവശ്യമായ ഭേദഗതി വരുത്തണം. സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഇസ്ലാമിനെ വിമർശിക്കുന്നവർ സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ മതത്തിന്റെ കാഴ്ചപ്പാടുകളും നിർദ്ദേശങ്ങളും പഠനവിധേയമാക്കാൻ തയ്യാറാവണമെന്നും സംസ്ഥാന പ്രസിഡന്റ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ആവശ്യപ്പെട്ടു.
സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി പൊസൂട്ട്, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, കെ അഹമ്മദ് കുട്ടി മുസ്ലിയാർ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. മികച്ച അറബി സാഹിത്യകാരന് UAE-യിലെ മാക് എന്ന സംഘടന UAE സ്ഥാപകൻ ഷെയ്ഖ് സായിദിന്റെ സ്മരണക്കായി ഏർപ്പെടുത്തിയ ഷെയ്ഖ് സായിദ് സാഹിത്യ പുരസ്കാരം അസ്സഖാഫ അറബിക് മാസിക എഡിറ്റർ തറയിട്ടാൽ ഹസൻ സഖാഫി ഏറ്റുവാങ്ങി. ഷെയ്ഖ് സായിദ് ഇന്റർനാഷണൽ പീസ് കോൺഫറൻസിൽ കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രി ശശി തരൂരാണ് അവാർഡ് നൽകിയത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. SMA ജില്ലാ കമ്മിറ്റി മെമ്പറും കൊണ്ടോട്ടി മേഖലാ പ്രസിഡന്റുമായ സഖാഫിക്ക് അറബിയിലും മലയാളത്തിലും ധാരാളം രചനകളുണ്ട്. ഷെയ്ഖ് സായിദിനെക്കുറിച്ചും ഇന്തോ അറബ് ബന്ധത്തെക്കുറിച്ചും ധാരാളം ലേഖനങ്ങളും അറബി കവിതകളും എഴുതിയ കരിപ്പൂർ തറയിട്ടാൽ സ്വദേശി ഹസൻ സഖാഫിയുടെ സായിദ് ഹയ്യും ഫിൽ ഖുലൂബ് എന്ന കൃതിയെ ആസ്പദമാക്കിയാണ് പുരസ്കാരം നൽകിയത്. തിരുനബിയുടെ സ്നേഹപരിസരം എന്ന ശീർഷകത്തിൽ SSF സംസ്ഥാന വ്യാപകമായി നടത്തുന്ന മീലാദ് ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് കോടമ്പുഴ വാദി ഇർഫാനിൽ നടക്കും. SYS സംസ്ഥാന ഉപാധ്യക്ഷൻ സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി പൊസോട്ട് ഉദ്ഘാടനം ചെയ്യും. കോടമ്പുഴ ബാബ മുസ്ലിയാർ മുഖ്യ പ്രഭാഷണം നടത്തും. NM സ്വാദിഖ് സഖാഫി പ്രമേയാവതരണം നടത്തും. V അബ്ദുൽ ജലീൽ സഖാഫി, K അബ്ദുൽ കലാം മാവൂർ, NV അബ്ദുറസാഖ് സഖാഫി തുടങ്ങിയവർ പങ്കെടുക്കും. മീലാദ് ക്യാമ്പയിന്റെ ഭാഗമായി തിരുനബി സ്നേഹപ്രഭാഷണങ്ങൾ, സെമിനാറുകൾ, പോസ്റ്റർ പ്രദർശനം, കിസ്, മൗലിദ് റസൂൽ, സലാത്ത് ജാഥകൾ തുടങ്ങിയ പരിപാടികൾ നടക്കും. കക്കാട് മുനവ്വിറുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന മാസാന്ത നാരിയത്ത് സ്വലാത്തും ദിക്ർ ദുആ മജ്ലിസും നാളെ നടക്കും. ഹനീഫ അഹ്സനി അൽ ഖാദിരി നേതൃത്വം നൽകും. സിറാജുൽ ഹുദ ദേവ കോളേജ് വിദ്യാർത്ഥി സംഘടനയായ ഹിദയുടെ നേതൃത്വത്തിൽ നടക്കുന്ന റബി ക്യാമ്പയിന്റെ ഭാഗമായി ഇതര മതസ്ഥർക്കായി പ്രബന്ധരചനാ മത്സരം സംഘടിപ്പിക്കുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാന ദൂതൻ എന്നതാണ് വിഷയം. രചനകൾ ഈ മാസം 25-ന് മുമ്പായി സെക്രട്ടറി ഹിദ, സിറാജുൽ ഹുദ ദേവ കോളേജ് കുറ്റ്യാടി എന്ന വിലാസത്തിൽ അയക്കണം. സുന്നി വിദ്യാഭ്യാസ ബോർഡ് എക്സിക്യൂട്ടീവ് യോഗം ശനിയാഴ്ച കോഴിക്കോട് സമസ്ത ഇസ്ലാമിക് സെന്ററിൽ ചേരും. രാവിലെ 10:30-ന് ആരംഭിക്കുന്ന യോഗത്തിൽ അംഗങ്ങൾ കൃത്യസമയത്ത് എത്തിച്ചേരണമെന്ന് സെക്രട്ടറി അറിയിച്ചു. സിറാജ് എഡിറ്ററും SJM സംസ്ഥാന ട്രഷററുമായ VPM ഫൈസി വില്യാപ്പള്ളിയെ ദുബായ് ICF ആദരിച്ചു. 40 വർഷക്കാലത്തെ മുദരിസ് പ്രവർത്തനം, മുഅല്ലിംകളുടെ ക്ഷേമകാര്യ പ്രവർത്തനം എന്നിവ മുൻനിർത്തിയാണ് ആദരിച്ചത്. മർക്കസ് സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന ഉലമാ സംഗമത്തിൽ സയ്യിദ് അലി ബാഫഖി തങ്ങളും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും ചേർന്ന് മൊമന്റോ സമ്മാനിച്ചു. സമരമാണ് ജീവിതം എന്ന പ്രമേയത്തിൽ നടക്കുന്ന SSF 40-ാം വാർഷിക സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കുന്നമംഗലം ഡിവിഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 12, 13 തീയതികളിൽ സന്ദേശയാത്ര നടത്തും. കാരന്തൂരിൽ നിന്നാരംഭിച്ച് ചേന്നമംഗലൂരിൽ സമാപിക്കും. ഡിവിഷൻ പരിധിയിലെ 80 യൂണിറ്റുകളിൽ യാത്രക്ക് സ്വീകരണം നൽകും. ഡിവിഷൻ നേതാക്കൾ നേതൃത്വം നൽകും. മർക്കസുൽ ഹിദായ എഡ്യൂക്കേഷണൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ കിനാലൂർ ഹിദായ നഗറിൽ വെച്ച് നടക്കുന്ന നൂറെ മദീന വാർഷിക പ്രഭാഷണത്തിന്റെ ഭാഗമായി നവലോക നന്മക്ക് പ്രവാചക ദർശനം എന്ന വിഷയത്തിൽ സെമിനാർ നടക്കും. നാളെ വൈകിട്ട് 4 മണിക്ക് ബാലുശ്ശേരി വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സെമിനാർ പുരുഷൻ കടലുണ്ടി MLA ഉദ്ഘാടനം ചെയ്യും. SYS SSF നേതാക്കളായ വെള്ളിയാട് മുഹമ്മദ് അലി സഖാഫി, PV അഹമ്മദ് കബീർ, മുഹമ്മദ് അലി കിനാലൂർ തുടങ്ങിയവർ പങ്കെടുക്കും. കാരശ്ശേരി യൂണിറ്റ് SSF കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന മതപ്രഭാഷണ പരമ്പര ദിക്ർ ദുആ സമ്മേളനത്തോടെ ഇന്ന് സമാപിക്കും. ഇസ്മായിൽ മിസ്ബാഹി ചെറുമോത്ത് നബി സ്നേഹ പ്രഭാഷണം നടത്തും. പ്രാർത്ഥനാ മജ്ലിസിന് സയ്യിദ് സ്വാലിഹ് തുറാബ് സഖാഫി നേതൃത്വം നൽകും. മലപ്പുറം മഅദിൻ അക്കാദമിക്കു കീഴിലെ ടെക്നോറിയം പദ്ധതിയുടെ പ്രഥമ സംരംഭമായ പോളിടെക്നിക് കോളേജിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നാളെ നിർവഹിക്കും. നാളെ രാവിലെ 8 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ മഅദിൻ അക്കാദമിക്കു കീഴിൽ ആരംഭിക്കുന്ന പുതിയ പദ്ധതികളുടെ പ്രഖ്യാപനവും നടക്കും. സ്വലാത്ത് നഗർ റെക്ടറി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മഅദിൻ ചെയർമാൻ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി അധ്യക്ഷനായിരിക്കും. മഅദിൻ തുടക്കമിടുന്ന സാങ്കേതിക പഠന രംഗത്തെ കൂട്ടായ്മയായ ടെക്ലോക്കിയത്തിന്റെ പ്രഖ്യാപനം വൈദ്യുതി മന്ത്രി ആര്യാടൻ മുഹമ്മദ് നിർവഹിക്കും. വിജയരേഖ പുരസ്കാരങ്ങൾ മന്ത്രി AP അനിൽകുമാർ വിതരണം ചെയ്യും. മഅദിൻ അക്കാദമിക്കു കീഴിൽ തുടങ്ങുന്ന ഫ്രഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രഖ്യാപനം മന്ത്രി മഞ്ഞളാംകുഴി അലി നടത്തും. തത്സമയം KMIC സംപ്രേഷണം ചെയ്യും.
കാസർകോട് ജാമിയ സാദിയ അറബിയയിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന മീലാദ് ക്യാമ്പയിന് പരിപാടികൾക്ക് ജനറൽ സെക്രട്ടറി കുമ്പോൾ സയ്യിദ് KS ആറ്റുകോയ തങ്ങളുടെ അധ്യക്ഷതയിൽ ചേർന്ന സ്വാഗത സംഘം അന്തിമ രൂപം നൽകി. ഷെയ്ഖുന AK അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. ജനുവരി 12 രാവിലെ 9 മണിക്ക് സൈദാബാദിൽ സ്വാഗത സംഘം ചെയർമാൻ അബ്ദുള്ള ഹാജി കടനാട് പതാക ഉയർത്തുന്നതോടെ പരിപാടികൾക്ക് തുടക്കമാകും. വൈകുന്നേരം 3:30 മീലാദ് വിളംബര റാലി സൈദാബാദിൽ നിന്നും പുറപ്പെട്ട് മേൽപ്പറമ്പിൽ സമാപിക്കും. ശേഷം നടക്കുന്ന ഹുബ്ബ് റസൂൽ സംഗമം നൂറുൽ ഉലമ MA അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ സയ്യിദ് KS ആറ്റുകോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. സയ്യിദ് ഇസ്മായിൽ അൽ ഹാദി തങ്ങൾ പ്രാർത്ഥന നിർവഹിക്കും. സൈദിയ ശരീഅത്ത് കോളേജ് പ്രിൻസിപ്പൽ AK അബ്ദുറഹ്മാൻ മുസ്ലിയാർ ആമുഖ പ്രഭാഷണം നടത്തും. മുഹമ്മദ് റാഫി സൈദി ദേലമ്പാടി മുഖ്യ പ്രഭാഷണം നടത്തും. ഹുബ്ബ് റസൂൽ സപ്ലിമെന്റ് കല്ലട മാഹിൻ ഹാജി പ്രകാശനം ചെയ്യും. 13 വൈകുന്നേരം നടക്കുന്ന മൗലിദ് ജൽസയിൽ സയ്യിദ് ഫസൽ കോയമ്മ തങ്ങൾ കൂറ പ്രാർത്ഥന നടത്തും. 7 മണിക്ക് നടക്കുന്ന ജലാലിയ ദിക്ർ ഹൽക്കയിൽ സയ്യിദ് ജാഫർ സാദിഖ് തങ്ങൾ കുമ്പോൾ നേതൃത്വം നൽകും. ICF കുവൈത്ത് ഖുർത്തുബ ബ്രാഞ്ച് സംഘടിപ്പിക്കുന്ന ദിക്ർ ദുആ മജ്ലിസ് നാളെ മഗ്രിബ് നിസ്കാരാനന്തരം കുവൈത്ത് സിറ്റിയിലെ കൗക്കബ് ഹോട്ടലിൽ വെച്ച് നടക്കും. ICF കുവൈത്ത് സിറ്റി മേഖലാ പ്രസിഡന്റ് മുഹമ്മദ് കോയ സഖാഫി നേതൃത്വം നൽകും. ICF കുവൈത്ത് കമ്മിറ്റി ജനുവരി 24, 25 തീയതികളിലായി സംഘടിപ്പിക്കുന്ന മീലാദ് കോൺഫറൻസ് 2013 സന്ദേശം കുവൈത്ത് മലയാളി സമൂഹത്തിൽ എത്തിക്കുന്നതിനായി നാളെ വെള്ളിയാഴ്ച മീലാദ് പ്രചാരണ ദിനമായി ആചരിക്കാൻ പ്രചാരണ സമിതി യോഗം തീരുമാനിച്ചു. നാളെ 10,000 മലയാളി റൂമുകളും ഫ്ളാറ്റുകളും സന്ദർശിക്കാനും ലഘുലേഖ CD എന്നിവ വിതരണം ചെയ്യാനുമായി ICF RSC സംയുക്ത ശാഖതല സ്ക്വാഡുകൾ രൂപീകരിച്ചു. കുവൈത്തിന്റെ വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് 50 സുഹൃത്ത് സംഗമങ്ങളും കുടുംബ സംഗമങ്ങളും പ്രചാരണത്തിന്റെ ഭാഗമായി നടത്താനും സ്വാഗത സംഘം ചെയർമാൻ അബ്ദുൽ ഹക്കീം ദാരിമിയുടെ അധ്യക്ഷതയിൽ കൂടിയ പ്രചാരണ സമിതി യോഗം തീരുമാനിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആഷിഖ് റസൂൽ ഷെയ്ഖുന കുണ്ടൂർ ഉസ്താദ് 7ാമത് ഉറൂസ് മുബാറക്കിന് കുണ്ടൂർ ഗൗസിയ നഗരിയിൽ തുടക്കമായി. ഉറൂസ് മുബാറക്കിന് കൊടി ഉയർത്തിയത് താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ളാൾ. കാരന്തൂർ മർക്കസ് സമ്മേളനത്തിൽ മുസ്ലിം ലീഗ് നേതാക്കൾ പങ്കെടുത്തതിനെതിരെ വീണ്ടും ചേളാരി സമസ്ത. സ്ത്രീകൾക്കെതിരായ അതിക്രമം നിയമം ഭേദഗതി ചെയ്യണം SYS സംസ്ഥാന സെക്രട്ടേറിയറ്റ്. ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബിനും കേരള കോൺഗ്രസ് ജേക്കബ് ചെയർമാൻ ജോണി നെല്ലൂരിനുമെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവ്. സിവിൽ സപ്ലൈസ് വകുപ്പിൽ മൊത്തവ്യാപാര ഡിപ്പോ അനുവദിച്ചുവെന്നും സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്ന് പണം പിരിച്ചുവെന്ന ആരോപണത്തെ തുടർന്നാണ് വിജിലൻസ് അന്വേഷണ ഉത്തരവ്. മൊബൈൽ റേഡിയേഷൻ ഗുരുതരമായ ആരോഗ്യ പ്രശ്നമുണ്ടാക്കുമെന്ന് പഠന റിപ്പോർട്ട്. മലപ്പുറം മദ്യദുരന്തത്തിൽ എക്സൈസ് ഉദ്യോഗസ്ഥരുടെ വീഴ്ച ആവർത്തിച്ചുറപ്പിച്ച് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട്. ഇതോടെ KMC ന്യൂസ് ടൈം സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 6:30 കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന വാർത്തകളും KMC ന്യൂസ് ടൈമിന് അയക്കുക. അയക്കേണ്ട വിലാസം kmcnewstime@gmail.com. ഏറ്റവും പുതിയ വാർത്തകളും ചിത്രങ്ങളും ലഭിക്കാൻ സന്ദർശിക്കുക www.sunnyonlineclass.com sunnyonlinenews.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.